ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 2 ലെയറായിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ജലറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറിലോട്ട് ഒരു 7 ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 2 ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ടാണ് ഇവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഒരു ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളും കൂടി വെച്ചെടുക്കുക. അപ്പോൾ ഈ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഐസിൻ്റെ മുകളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബീറ്റായി കിട്ടും. ഇനി നമ്മളിതിലോട്ട് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 36 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തണുത്ത 1/2 കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒരു ലോ സ്പീഡിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജലറ്റിനാണ്. ഇപ്പം നമ്മൾ ഒരു 10 മിനിറ്റ് കുതിരാൻ വെച്ചിരുന്ന ജലറ്റിന് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് ഓപ്ഷനിലാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗാണ് ഇത്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഈ വൈറ്റ് ഭാഗം ഭയങ്കര സോഫ്റ്റാണ്. ബിസ്ക്കറ്റ് ചെറുതായിട്ടൊരു ഹാർഡായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്